ഇപ്പോഴും മനസ്സിലാകാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്രയും അധികം ആളുകൾ ഒരു വിദേശ പര്യടനം നടത്തി തിരിച്ചു വന്നു. എന്താണ് അതിൻ്റെ ഗുണഫലങ്ങൾ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വരാനിരിക്കുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അത് വരാതെ നമുക്കതിനെക്കുറിച്ച് ആ യാത്ര ഗുണകരമായിരുന്നോ ദോഷകരമായിരുന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള ആളുകൾക്ക് അവിടെ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയതെന്നാണ്. ഇവിടുന്ന് പോകുന്ന ആളുകൾ അങ്ങനെയാണ്. കുറേ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉക്രൈൻ, അദ്ദേഹം ഫസ്റ്റ് പുടിനുമായിട്ടാണ് സംസാരിക്കേണ്ടത്. ഉക്രൈനിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവിടെ തുടർ വിദ്യാഭ്യാസം നടത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പുടിനെ കണ്ട് സംസാരിക്കുക, ഉക്രൈനിൽ പോയി സംസാരിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഴയ കാലങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഈ യാത്രയും ഗുണകരമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. മറ്റത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പോയ വിദേശയാത്രയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റിസൾട്ട്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിദേശയാത്രകളിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയുമില്ല.